ഹലോ അസ്സലാമു അലൈക്കും. സുലാസ് ടേസ്റ്റി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് രാവിലെ ചായൻ്റെ കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നാക്കി തരിച്ചെടുത്തതാണ്. ആട്ടപ്പൊടി റേഷൻ പൊടിയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നല്ല ആട്ടപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്കൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു നുള്ളു ഉപ്പ് ഇട്ടുങ്ങാനി നല്ലോണം പച്ചവെള്ളത്തിൽ ഇങ്ങോട്ട് കലക്കിയെടുക്കുക. ചെറിയ കുട്ടി ദോശ ചുട്ടാലേ നല്ലോണം ഞെരിച്ച് ചുട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കുറച്ച് വെള്ളം അധികമായി പോയിങ്ങാനി വെള്ളം പോലെ കലക്കിയെടുത്താൽ അതിങ്ങോട്ട് ചുട്ടെടുക്കുമ്പോൾ തീരെ ഉറപ്പുണ്ടാവില്ല. അപ്പോൾ ലേശൊരു മൊയ്പ്പിൽ കലക്കിയെടുക്കണം. അപ്പോൾ കലക്കിയെടുത്തതിൻ്റെ ശേഷം ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ അതൊക്കെ ഞാനൊക്കെ കലക്കി എടുത്തതിൻ്റെ ശേഷം ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചട്ടിയിൽ തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു കയ്യിൽ മാവ് എടുത്ത് ഞാൻ ഒഴിച്ചൊന്ന് പരത്തി കൊടുക്കുക. പരത്തി വെച്ച് ഞാൻ മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ അതാക്കണം ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് ഞാൻ ഒന്ന് മൊരിയിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഈ ദോശ തിന്നാൻ കഴിയുക. ഈ ഗോതമ്പത്തിൻ്റെ ആട്ടപ്പൊടിൻ്റെ ദോശ അങ്ങനെ ഇവിടെ അങ്ങനെ തിന്നാൻ പോവില്ല. അപ്പോൾ വലിയ ദോശയൊന്നും ആക്കി ചുട്ടുകയാണെങ്കിൽ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ച് ചെറിയ ചട്ടി വെച്ച് ഞാൻ ചെറിയ കുട്ടി ദോശ ആക്കി ചുട്ടാൽ അങ്ങനെ തിന്ന് പോവുകയായിരിക്കും. കുറച്ച് മൊരിഞ്ഞും കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ആക്കി ഞാൻ ചുട്ടെടുക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അതാക്കണം ഈ ദോശ ഇങ്ങനെ ചുട്ടെടുത്തപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒറ്റൊന്നും ബാക്കിയില്ലാണ്ട് അവിടെ തിന്നു വയ്ക്കുന്നു. അപ്പോൾ ഞാൻ അതിനെ മാത്രമേ ചുട്ടിട്ടുള്ളൂ. അപ്പോൾ അതാക്കണം അങ്ങനെയൊക്കെ ഒന്ന് ചുട്ട് വെക്കാണ്ടിട്ട് എല്ലാവരും നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ അതാക്കണം ഈ കുട്ടി ദോശകൾക്ക് ഞാനൊരു ചട്ടിനും റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് തേങ്ങയും 2 പച്ചമുളകും 3-4 ചെറിയുള്ളി വരുന്നുള്ളൂ ഉപ്പും ഒക്കെ ഇട്ട് ഇങ്ങനെ നന്നാക്കി ഇങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും കരിവേപ്പും വറ്റൽമുളകും ഒക്കെ ഇട്ട് ഞാൻ ഒന്ന് തൂമിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ഇറക്കി വെക്കുക. അപ്പോൾ ദോശകൾക്ക് കറിയായി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കറി ഇല്ലെങ്കിലും ഒക്കെ ദോശ തിന്നട്ടോ. ആ ദോശക്ക് കറിയാണെന്നൊന്നുമില്ല. എന്നാലും ചിലവർക്ക് നിർബന്ധമാണല്ലോ കറിയൊക്കെ. അപ്പോൾ ചട്ടിനിയോ കോഴിക്കറിയോ ഇറച്ചിക്കറിയോ എന്ത് കറിയാണെങ്കിലും എല്ലാം നല്ല തന്നെ, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാക്കണത് നല്ലോണം തളിച്ചൊന്നും വരണമെന്നില്ല. ഒരു വിധം ഒന്ന് തുള്ളി വരുമ്പോൾ ഒന്ന് ഓഫാക്കിയാൽ മതി കേട്ടോ. തോനെ തളിച്ചിക്കുകയാണെങ്കിൽ അത് തേങ്ങ വേറെ വെള്ളം വേറെയൊക്കെ ആയി പോകും. അപ്പോൾ അതാക്കണ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ച് അത് കുടിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ അടുത്ത പണിക്ക് പോയത്. ചോറിനൊപ്പം കൂട്ടാൻ നല്ലൊരു ഉപ്പേരിയോ അല്ലെങ്കിൽ കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമുക്ക് നല്ലൊരു തീർപ്പതിയാണല്ലോ. അപ്പോൾ ഉച്ചക്കത്തെ ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം കറി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അതാക്കണ ഒരു കായ് പൂളെടുത്ത് 2 കഷ്ണമാക്കി ഞാൻ തോല് ഒളിച്ച് വെള്ളത്തിൽ കിട്ടു കൊടുത്തിക്കണ്. അപ്പോൾ പച്ചക്കായ് ഇതാക്കണ ചെത്തി എന്നാക്കുകയാണ്. പച്ചക്കായ് എന്ന് പറഞ്ഞാൽ ഇവിടേക്കൊക്കെ കറി വയക്കാമെന്ന് അറിയൂ, അല്ലെങ്കിൽ വെണ്ണീർ പൂവനെന്ന് പറയൂ. അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിന് പറയൽ ഇവിടേക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തി എന്നാക്കി വെള്ളത്തിൽ കിട്ടു കൊടുക്കട്ടെ കറ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പച്ചക്കായൊക്കെ അത് മുഴുവനും ചെത്തി എന്നാക്കി വൃത്തിയാക്കി വെള്ളത്തിൽ കിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. ഇനി പച്ചക്കായ നന്നാക്കി ചെറുതാക്കി ഞാൻ 4 കീറാക്കിയായിട്ട് മുറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് വെന്തിട്ടു. വലിയ വേവൊന്നും ഉള്ളതല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂളി തോനെ വേവൊന്നുമില്ല. നല്ല പൂള കണ്ടിട്ട് തോന്നുന്നത്. ഇതിവിടെ പറമ്പെന്ന് പറിച്ച പൂള തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ചെറുതാക്കി കൊത്തി ഉറുക്കി എടുത്തിട്ടിട്ട് ഒന്ന് കഴുകി തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ പൂളക്കും ഉണ്ടാകും ഒരു കട്ട്, പച്ചക്കായ്ക്ക് ഒരു കറയൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഒന്ന് തിളപ്പിച്ച് ഊറ്റി കൊടുത്ത് കണക്കിലൊക്കെ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് കഴുകി ലേശം വെള്ളമൊക്കെ പാർന്ന് അടുപ്പത്തൊക്കെ വെച്ച് കൊടുക്കാം ഒന്ന് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ചെറുതാക്കി കൊത്തി ഉറുക്കിയൊക്കെ നന്നാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു പാത്രത്തിൽ കിട്ടു കൊടുക്കാം നമുക്ക്. അപ്പോൾ അതിനാവശ്യത്തിനായിട്ട് വെള്ളവും പാർന്ന് അടുപ്പത്തൊക്കെ വെച്ചിട്ട് ഒന്ന് തിളക്കി ഊറ്റി കൊടുത്താൽ മതി. വേവാൻ നിൽക്കണമെന്നില്ല. അപ്പോൾ പൂളൻ്റെ കട്ടും പച്ചക്കായൻ്റെ കറയൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചാട്ടോ തിളപ്പിച്ച് ഊറ്റിയത്. അപ്പോൾ തിളപ്പിച്ച് ഊറ്റിയതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് തളിച്ച വെള്ളം പാർന്ന് ഒന്നും കൂടി അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഇത് തിളപ്പിച്ച് ഊറ്റിയതിനെ കൊണ്ട് അതിലേക്ക് പച്ചവെള്ളം പാർന്ന് കൊടുക്കരുത്. തളിച്ച വെള്ളം തന്നെ വേണം കേട്ടോ പാർന്ന് കൊടുക്കാൻ. നല്ലൊരു ടേസ്റ്റ് കിട്ടും.
അപ്പോൾ അതങ്ങനെ തളിച്ച വെള്ളമൊക്കെ പാർന്ന് കൊടുത്ത് ഒന്നും കൂടി മൂടി വെച്ച് ഞാൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പായിട്ട് കുറച്ച് ഇറച്ചി എടുത്തെങ്ങാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഒക്കെ ഇട്ടെങ്ങാൻ ഒന്ന് വേവിച്ചെടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് ലേശം ഉലുവ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് വലിയ ഉള്ളിയും കൂടി ഇട്ടെങ്ങാൻ നന്നാക്കി ഇളക്കി കൊടുക്കുക. വെല്ലുള്ളി വാടി കിട്ടാൻ വേണ്ടി ശേഷം ഉപ്പും കൂടി ഇട്ടെങ്ങാൻ നന്നാക്കി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മസാലകളൊന്നും ഇടാണ്ടാണ് കേട്ടോ ഞാൻ ഇറച്ചി വേവിച്ച് വെച്ചത്. അപ്പോൾ വേവിച്ച് വെച്ചതിൻ്റെ ശേഷം മസാല ഒക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം താളി വന്നതിൻ്റെ ശേഷം അതിലേക്ക് 3-4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതക്കിയതും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടെങ്ങാൻ നന്നാക്കിയിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ തക്കാളി ഒന്ന് വാടി കിട്ടിക്കോട്ടെ. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുത്തതിൻ്റെ ശേഷം വേണം അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ. ഒന്ന് നല്ലോണം വാടി വന്നോട്ടെ. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, മുളകും പൊടിയും ഞാൻ 2.5 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളകിൻ്റെ പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ആവശ്യത്തിനുള്ള മുളകും പൊടി ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. പച്ചമുളകും ഉണ്ടല്ലോ, അപ്പോൾ ആവശ്യത്തിനുള്ള വലിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്ത് നന്നാക്കി ഇളക്കി കൊടുക്കുക, എന്നെ പച്ചമണം മാറുന്ന വരെ. എന്നിട്ട് ഇതാക്കണ വേവിച്ച് വെച്ച ഇറച്ചിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്കി വേണ്ടിയിട്ടാണല്ലോ ആക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തളിച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എരും പുളിയൊക്കെ നോക്കിങ്ങാനി ആവശ്യത്തിനൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാക്കണ വേവിച്ച് വെച്ച ഇറച്ചി അതിനെക്കൊണ്ട് അതിലേക്ക് പച്ചവെള്ളം ഒന്നും പാരരുത്, തളിച്ച വെള്ളമാണ് നല്ലത് കേട്ടോ അതിലേക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ദിവസം മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ കറി അട റെഡിയായി. ഈ ഇറച്ചിച്ചാറ് ഇനി തൂമിക്കൊന്നും വേണമെന്നില്ല കേട്ടോ, നമ്മൾ താളിച്ചാണല്ലോ വെച്ചത് വെളിച്ചെണ്ണയൊക്കെ പാർന്ന് ഞാൻ. അപ്പോൾ അതാക്കണ ഞാൻ നേരത്തെ വെച്ച പച്ചക്കായും പൂളയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ഞാൻ വിചാരിച്ചു ലിറ്റാൽ കുറച്ച് വേവിച്ച് വെച്ച ഇറച്ചിയൊക്കെ ആട്ടോ എടുത്തിട്ടേന്ന്. അതിന് ഇറച്ചിയൊക്കെ ദിവസമായിട്ട് എടുത്തിട്ട് നല്ല ടേസ്റ്റാണല്ലോ ഈ കറിക്കും. അപ്പോൾ അങ്ങനെ ഒരു പൂരി തോന്നിയപ്പോൾ അങ്ങനെ ആട്ടോ എടുത്ത് ദിവസം കോരി ഇട്ട് കൊടുത്തും ഞാൻ നന്നാക്കി ഇളക്കി കൊടുത്തും ഞാൻ അതിലേക്ക് ലേശം തേങ്ങ അരച്ച് പാർന്നിട്ടോ. അപ്പോൾ ഇറച്ചിയൊക്കെ ഇട്ടും ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് കുത്തി ഒടിച്ച് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിലേക്ക് ലേശം തേങ്ങ അരച്ച് കൊടുക്കുന്നുണ്ട്. ലേശം തേങ്ങയും കുറച്ച് ചെറിയുള്ളിയും വലിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടും ഒന്ന് അരച്ച് കൊടുത്തും അതിൽ പാർന്ന് നല്ലോണം ഇളക്കി കൊടുത്താൽ നല്ല ടേസ്റ്റുള്ള നല്ലൊരു കറിയായിട്ടോ. അപ്പോൾ ഇതാക്കണ തേങ്ങയും കൂടി അതിൽ പാർന്ന് കൊടുക്കട്ടെ. തേങ്ങ പാർന്ന് കൊടുത്തിട്ട് പാകത്തിന് വെള്ളം ഒന്നും കൂടി ജാറ് മുറിങ്ങാനി പാർന്ന് ലൂസാക്കി കൊടുക്കാം. പിന്നെ തോന ലൂസൊന്നും വേണമെന്നില്ല, ഇറച്ചിൻ്റെ കറി ഉണ്ടല്ലോ. അപ്പം നല്ലൊരു ഇറച്ചിൻ്റെ കൂട്ടാനും നല്ലൊരു ഇറച്ചിൻ്റെ കറിയൊക്കെ അയക്കും കേട്ടോ. അപ്പോൾ ആ ഇറച്ചിൻ്റെ കറി ഒന്ന് നല്ലോണം ഒന്ന് തൂമിച്ച് കൊടുക്കാം കേട്ടോ. അതിന് തലേദിവസം വെളിച്ചെണ്ണ പാർന്ന് കടുകും കരുവമ്പൊക്കെ ഇട്ടുങ്ങാൻ ഇറച്ചിൻ്റെ കറിയിൽ പാർന്ന് കൊടുത്താൽ മതി. അപ്പം വളരെ ടേസ്റ്റിയായ നല്ലൊരു ഇറച്ചിക്കറിയും ഇറച്ചി ചാറും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അള്ളാ.